ഇന്ത്യയുടെ കണ്ണ് കശ്മീരിലും ലഡാക്കിലും മാത്രമാണ് എന്ന് വിചാരിച്ചവർക്ക് തെറ്റി. ഡൽഹിയിൽ നിന്നും 5000-ലധികം കിലോമീറ്ററുകൾക്ക് അകലെ യൂറോപ്പിന്റെ നെഞ്ചുകീറി ഒഴുകുന്ന മെഡിറ്ററേനിയൻ കടലിൽ ഇന്ത്യ ഇപ്പോൾ ഒരു വമ്പൻ സൈനിക നയതന്ത്ര അട്ടിമറിക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. അതെ, ആഗോള രാഷ്ട്രീയത്തിലെ സമവാക്യങ്ങൾ മാറ്റിമറിച്ചുകൊണ്ട് തുർക്കിയുടെ തൊട്ടടുത്ത് സൈപ്രസുമായിട്ട് ചേർന്ന് ഇന്ത്യ ഒരു പുതിയ പവർ ബ്ലോക്ക് നിർമ്മിക്കുകയാണ്. കശ്മീർ വിഷയത്തിൽ പാകിസ്ഥാനെ കൂട്ടുപിടിച്ച് ഇന്ത്യക്കെതിരെ നിരന്തരം കളിച്ച തുർക്കി പ്രസിഡന്റ് ഉർദോഗാന്റെ ഉറക്കമാണ് മോദിയുടെ ഈ ഒരൊറ്റ നീക്കത്തോടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ ഞങ്ങളുടെ അതിർത്തിയിൽ കണ്ണുവെച്ചാൽ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വന്ന് ഞങ്ങൾ പൂട്ടും എന്ന ഇന്ത്യയുടെ കട്ട ലോക്കൽ മറുപടിയാണിത്. ഇന്ത്യയുടെ അഭിമാനമായ ബ്രഹ്മോസ് മിസൈലുകൾ മെഡിറ്ററേനിയൻ കടലിലേക്ക് വണ്ടി കയറാൻ പോവുകയാണ്. എന്താണ് പാകിസ്ഥാനും തുർക്കിയും ഒരുപോലെ ഭയക്കുന്ന ഇന്ത്യയുടെ ആ രഹസ്യ ഓപ്പറേഷൻ? എന്താണ് മെഡിറ്ററേനിയൻ കടലിൽ ഇന്ത്യ നടത്തുന്ന ധീരമായ നീക്കം? ഈ ആഗോള രാഷ്ട്രീയ രഹസ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. വാർത്തകളിലേക്ക് വരാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയിൽ വെച്ച് ഒരു പ്രധാനപ്പെട്ട നയതന്ത്ര കൂടിക്കാഴ്ച നടന്നു. മെഡിറ്ററേനിയൻ രാജ്യമായ സൈപ്രസിന്റെ പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോഡൌഡിലസ് ഇന്ത്യ സന്ദർശിക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. വെറും ഒരു സന്ദർശനമായിരുന്നില്ല ഇത്. ഇന്ത്യ സൈപ്രസ് ബന്ധത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ്, അതായത് തന്ത്രപ്രധാന സഖ്യത്തിലേക്ക് ഉയർത്തിയിരിക്കുകയാണ് ഇരു രാജ്യങ്ങളും. അടുത്ത 5 വർഷത്തേക്കുള്ള, അതായത് 2026 മുതൽ 2031 വരെ നീളുന്ന 5 വർഷത്തേക്ക് ഒരു വൻ പ്രതിരോധ റോഡ് മാപ്പിലാണ് ഇവർ ഒപ്പുവെച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്നോ? ഇന്ത്യയുടെ അഭിമാനമായ ബ്രാഹ്മോസ് മിസൈലുകളും ആകാശ് എയർ ഡിഫൻസ് സിസ്റ്റവും നാഗാസ്ത്ര ഡ്രോണുകളും വാങ്ങാൻ സൈപ്രസ് കടുത്ത താല്പര്യം കാണിച്ചിരിക്കുകയാണ്. പ്രതിരോധം, സൈബർ സെക്യൂരിറ്റി, കൗണ്ടർ ടെററിസം, മാരിടൈം സെക്യൂരിറ്റി തുടങ്ങി വമ്പൻ മേഖലകളിലാണ് ഇന്ത്യയും സൈപ്രസും കൈകോർക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ പിന്നിലെ യഥാർത്ഥ കളിയിലേക്ക് വരാം. എന്തുകൊണ്ടാണ് തുർക്കിയുടെ പ്രസിഡന്റ് റജബ് ത്വയ്യിബ് എർദോഗാനും പാകിസ്ഥാനും ഈ സഖ്യം കണ്ട് ഞെട്ടിയിരിക്കുന്നത്? ഇതിനുള്ള ഉത്തരം ലളിതമാണ്. ഇന്ത്യയെ അന്താരാഷ്ട്ര തലത്തിൽ ബുദ്ധിമുട്ടിക്കാൻ തുർക്കിയും പാകിസ്ഥാനും ചേർന്നൊരു സഖ്യമുണ്ടാക്കിയിട്ടുണ്ട്. കശ്മീർ വിഷയത്തിൽ ഇന്ത്യക്കെതിരെ എപ്പോഴും പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ഒരേ ഒരു രാജ്യം തുർക്കിയാണ്.